ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേരളം ഇന്നത്തെ രീതിയിൽ മുന്നോട്ടേക്ക് പോവില്ല എന്നെല്ലാവർക്കും അറിയാം. കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അറിയാം. ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കാത്ത സമീപനമായിരുന്നു ഇവിടെ ഈ കഴിഞ്ഞ 8.25 വർഷവും ഉണ്ടായി. വികസനത്തിന് വോട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ 2 അധികാരത്തിൽ വന്ന ആ നിമിഷം തുടങ്ങി ഒരു വികസന പ്രവർത്തനവും ഇനി കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല. ലോകത്ത് ഇതുപോലെ ഒരു പ്രതിപക്ഷം ഉണ്ടാവില്ല. പ്രതിപക്ഷത്തിന്റെ സ്വഭാവത്തെ പറ്റി ശശി തരൂർ പറഞ്ഞതാണ് ശരി. ശരിയായ കാര്യങ്ങൾ പറയുമ്പോൾ പിന്തുണക്കുക, തെറ്റായ നിലപാടുണ്ടെങ്കിൽ ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് വിമർശനാത്മകമായിട്ട് കാര്യങ്ങൾ കാണുക, അതിലാർക്കും തർക്കമില്ല. പക്ഷേ നിഷേധാത്മകമായ നിലപാട് മാത്രം ഇവിടെ സ്വീകരിക്കുന്നു പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതൃത്വം ഉൾപ്പെടെയുള്ള UDFന്റെ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും. അത് മാറേണ്ടതാണ് എന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടും അവരത് മാറ്റുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടി കടൽ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഖനനത്തിന്റെ ഭാഗമായിട്ട് സ്വകാര്യത്തിൽ പാട്ടത്തിന് കൊടുത്തപ്പോ അതിനെതിരായിട്ട് നമുക്ക് സംയുക്തമായ പോരാട്ടം സംഘടിപ്പിക്കാമെന്ന് അസംബ്ലിയിൽ പറഞ്ഞപ്പോ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് പോയി. UDFന്റെ യോഗം ചേരുമ്പോൾ നേതൃയോഗം ചേരുമ്പോഴേക്ക് അവർ പറഞ്ഞു, യോജിച്ച പോരാട്ടങ്ങളോ സമരങ്ങളോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ബഡ്ജറ്റിന്റെ ഭാഗമായി കേരളം എന്ന് പറയുന്ന ഒരു പേര് പോലും പറയാൻ കൂട്ടാക്കാതിരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നിലപാടിനെതിരായി കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതിനും അവർ തയ്യാറില്ല. അപ്പോൾ യോജിച്ച പോരാട്ടങ്ങളിലൂടെ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ തയ്യാറില്ലാത്ത ഒരു പ്രതിപക്ഷ നിരയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതിനെല്ലാം ഫലപ്രദമായിട്ട് നേരിട്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ. സഖാവ് പിണറായി ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, 2016 അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റൊരു അറ്റം വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യനും കാണാൻ സാധിക്കുന്ന ഏറ്റവും ക്രിയാത്മകമായ വികസന പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കൃത്യമായിട്ട് അവർ പറയും, അത് നാഷണൽ ഹൈവേ 66ന്റെ നിർമ്മാണ പ്രക്രിയയാണ്. അങ്ങ് തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തിന്റെ അതിർത്തി വരെ 66 നാഷണൽ ഹൈവേ 66ന്റെ പ്രവർത്തനം. 45 മീറ്റർ വീതിയിൽ 6 വരിപ്പാതയും അപ്പുറവും ഇപ്പുറവുമായിട്ട് സർവീസ് റോഡും ഉൾപ്പെടെ 8 വരിപ്പാത ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2026 മെയ് മാസമാകുമ്പോഴേക്ക് ആ പാതയിലൂടെ മിക്കവാറും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവുന്ന ഒരു പുതിയ കേരളത്തെയാണ് പശ്ചാത്തല സൗകര്യത്തിന്റെ ഭാഗമായി കേരളം കാണാൻ പോകുന്നത്. ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കുന്നു, ഉമ്മൻചാണ്ടിയുടെയോ അല്ലെങ്കിൽ UDFന്റെയോ ഗവൺമെന്റ് ആയിരുന്നു കേരളത്തിൽ ഉള്ളത് എങ്കിൽ അത് ഈ കേരളത്തിൽ നടപ്പിലാക്കാനാകുമായിരുന്നോ? ഉറപ്പായിട്ട് പറയാം, ഇല്ല. നിശ്ചയദാർഢ്യത്തോടുകൂടി സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ്, അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന സഖാവ് പിണറായി, ഞങ്ങൾക്ക് ഈ നാഷണൽ ഹൈവേ 66 വേണം, 6 വരിപ്പാത, അത് 2 കൂടി അപ്പുറവും ഇപ്പുറവും ചേർത്താൽ 8 വരിപ്പാത ഈ കേരളത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് പറയുക മാത്രമല്ല, എന്താണോ പറയുന്നത് അത് അതേപോലെ തന്നെ നടപ്പിലാക്കാൻ കെൽപ്പുള്ള ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിസഭയും, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ മുമ്പോട്ടേക്കുള്ള കുതിപ്പിന്റെ അടിസ്ഥാനം അങ്ങനെയാണ് അത് വന്നത്. ഗയൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചുപോയതാണ്. ഗയൽ നടക്കില്ല, ഗ്യാസ് പൈപ്പ് കൊണ്ടുപോകാൻ സാധിക്കില്ല, അത് ഉമ്മൻചാണ്ടി അവസാനിപ്പിച്ചു പോയതാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, വളരെ പ്രധാനമായിട്ടും നമുക്ക് കിട്ടേണ്ടുന്ന കൂടംകുളത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന വൈദ്യുതി കൊച്ചിയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള എടമൺ പാത ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചുപോയതാണ്. ഇങ്ങനെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിന്റെ ഭാവി കണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് മുമ്പോട്ടേക്ക് നയിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്കൊന്നും തരാൻ തയ്യാറില്ല. കടം വാങ്ങിയത് പോലും അതെല്ലാം ആര് കടം വാങ്ങിയാലും അതെല്ലാം ഗവൺമെന്റിന്റെ കടത്തിന്റെ പട്ടികയിൽ ചേർക്കുക, എന്നിട്ട് ട്രഷറി പൂട്ടിക്കുക. ആ ട്രഷറി ഇതേവരെ പൂട്ടാതിരുന്നത് 89% അധിക വരുമാനമുണ്ടാക്കാൻ നമ്മുടെ ഗവൺമെന്റിന്റെ മാനേജ്മെന്റ് കൈകാര്യം ചെയ്തുകൊണ്ടുള്ള വളരെ ഫലപ്രദമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ട്രഷറി പൂട്ടാതിരിക്കുന്നത്. അത് പൂട്ടിക്കാനായിരുന്നു ഉദ്ദേശം, അത് പൂട്ടില്ല. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നവകേരളത്തിന്റെ പുതുവഴികളിൽ എന്ന ഒരു പുതിയ
വഴി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് പൊറുതിമുട്ടി ഞങ്ങളിനി ഒന്നുമില്ല, നമ്മൾ ഉണ്ടാക്കിയ മുന്നേറ്റം നമുക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കിനി സാധിക്കില്ല. ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി പറയുന്നത് പോലെ നിങ്ങൾ പാവമാട്ടെ, പിന്നോക്കം പോകട്ടെ, അപ്പോ നമുക്ക് പണം തരാം എന്ന് പറയുന്ന തരത്തിലേക്ക് നമുക്ക് പിന്നോട്ടം പോകാനാവില്ല. ഈ കേരളത്തെ ഏറ്റവും ശക്തിയായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കണമെങ്കിൽ വിഭവങ്ങൾ ഉണ്ടാവണം. ഇതൊരു സോഷ്യലിസ്റ്റ് രാജ്യമോ കമ്മ്യൂണിസ്റ്റ് രാജ്യമോ അല്ലല്ലോ, മുതലാളിത്ത സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന് ഒരു ബദൽ നയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക, അദാനിയെയും അംബാനിയെയും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും പിന്നീട് BJPയും ശ്രമിച്ച ശ്രമം നമുക്കറിയാം.